ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കാണ്. എല്ലാവർക്കും അറിയാം, ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന്. വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും എല്ലാം റിച്ചാണ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും ഈ ഒരു ഷേക്ക് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതിൽ ഷുഗർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു റെസിപ്പിയിൽ ഐസ്ക്രീം ഞാൻ ചേർക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം ഒരു വാള എടുത്തിട്ടുണ്ട്, കിസ്മിസ്, ബദാം, കാഷ്യൂനട്ട് ഇത്രയാണ് എടുത്തിട്ടുള്ളൂ ഈ ഒരു ഷേക്കിലേക്ക്. ഈത്തപ്പഴം കുറച്ച് അധികം തന്നെ എടുക്കണം, കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇതിലേക്ക് നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല. അപ്പോൾ മുഴുവനായിട്ടും നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് വരേണ്ടത്. ഇത് ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചിൽഡായിട്ടുള്ള തണുത്ത പാല് ആ ഒരു ലെവലിൽ തന്നെ, ഫ്രൂട്ട്സ് കിടക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. കൂടുതൽ പാലാണെങ്കിൽ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം നമുക്ക്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കറിയാം കുറച്ച് പാടാണ് അരയാനെന്ന്. സോ കുറച്ച് ടൈം എടുത്ത് തന്നെ അരച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ രീതിയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട്, കാരണം അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചിൽഡായിട്ടുള്ള മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഒത്തിരി മിൽക്ക് ഒഴിച്ച് ലൂസാക്കരുത്. അതുപോലെ തന്നെ വെള്ളവും ഇതിലേക്ക് ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലൂസായിപ്പോവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഷേക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി നമുക്ക് വയ്ക്കാം. അതിനുശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊരു സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി ഐസ്ക്രീമും ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേക്ക് കുടിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓൾറെഡി നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒന്ന് റിഫ്രഷ് ചെയ്ത് കുടിച്ചോളൂ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. ഐസ്ക്രീം ഒഴിവാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി. വീക്ക്ലി വൺസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഷേക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.